മുംബൈയിലെ ഒരു കുടുംബം മുഴുവൻ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ മരിച്ചുവെന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് മരണകാരണം തണ്ണിമത്തൻ അല്ല എന്ന കണ്ടെത്തലും അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇപ്പോഴിതാ എലിവിഷം ഉള്ളിൽ ചെന്നാണ് 4 പേരുടെയും മരണത്തിനിടയാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എങ്ങനെയാകും എലിവിഷം അവർക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അതൊരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ വിഷപദാർത്ഥം എലിവിഷമാണെന്ന കണ്ടെത്തലിലെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഏപ്രിൽ 25-ാം തീയതി ശനിയാഴ്ചയാണ് ദാരുണമായ സംഭവം നടക്കുന്നത്. അബ്ദുള്ള ദൊഗാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയല്ലെന്നും മറിച്ച് തണ്ണിമത്തനിലൂടെ ഉള്ളിൽ ചെന്ന എലിവിഷമാണെന്നുമാണ് പുതുതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മരിച്ചവരുടെ ശരീരത്തിലും അവർ കഴിച്ച പഴത്തിന്റെ അവശിഷ്ടങ്ങളിലും എലിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷാംശത്തിന്റെ സാന്നിധ്യം അടങ്ങിയിരിക്കുന്നതായാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവ ദിവസം മുംബൈയിലെ തങ്ങളുടെ വീട്ടിൽ ഇവർ ബന്ധുക്കൾക്കായി വിരുന്നൊരുക്കിയിരുന്നു. ബന്ധുക്കൾ പോയ ശേഷം രാത്രി 1 മണിയോടെയാണ് കുടുംബം തണ്ണിമത്തൻ കഴിച്ചത്. പിന്നാലെ ഉറങ്ങാൻ കിടന്നെങ്കിലും പുലർച്ചെ 5 മണിയോടെ എല്ലാവർക്കും കഠിനമായ ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. ആദ്യം കുടുംബ ഡോക്ടറെ കാണിച്ചെങ്കിലും അവർ ഉടൻ തന്നെ എല്ലാവരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഇളയ മകൾ മരിച്ചു. പിന്നാലെ മറ്റുള്ളവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചവരുടെ തലച്ചോർ, ഹൃദയം, കുടൽ എന്നിവയുൾപ്പെടെയുള്ള ചില ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നതായാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. എന്നാൽ എന്തായിരുന്നു അവർക്കുള്ളിലെത്തിയ വിഷാംശം എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് അന്ന് സാധിച്ചിരുന്നില്ല. ആന്തരിക അവയവങ്ങൾ പച്ച നിറമായതുകൊണ്ട് തന്നെ മരണകാരണം എന്തോ വിഷാംശം ഉള്ളിൽ ചെന്നതാണെന്ന് അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. ഇതാണ് ഈ കേസിലെ വഴിത്തിരിവായതും. വിഷബാധയെ സൂചിപ്പിക്കുന്ന ഈ കണ്ടെത്തലിന് പിന്നാലെയാണ് പോലീസ് വിശദമായ പരിശോധനയിലേക്ക് കടന്നത്. ഇതിലാണ് ഇവരുടെ ഉള്ളിൽ എലി വിഷത്തിൽ ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കുടുംബം കഴിച്ച തണ്ണിമത്തന്റെ സാമ്പിളുകളിലും സിങ്ക് ഫോസ്ഫേറ്റ് കണ്ടെത്തിയിരുന്നു. ഭക്ഷണം കഴിച്ച അതിഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഈ രാസവസ്തു അബദ്ധത്തിൽ പഴത്തിൽ കലർന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം കലർത്തിയതാണോ എന്ന് അന്വേഷിച്ചു വരികയാണിപ്പോൾ. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അബ്ദുള്ള ദൊഗാഡിയയുടെ ശരീരത്തിൽ മോർഫിൻ എന്ന ശക്തമായ വേദന സംഹാരിയുടെ സാന്നിധ്യവും ഇതിനു മുൻപ് വന്ന റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇത് മുൻപ് നടന്ന ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമാണോ അതോ അബദ്ധത്തിൽ ശരീരത്തിൽ എത്തിയതാണോ? ഇതിൽ കൂടുതൽ ദുരൂഹതയുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് മറ്റു കുടുംബാംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണിപ്പോൾ. അപ്പോഴും ആത്മഹത്യാ ശ്രമം എന്നൊരു സംശയം അവിടെ ഉണ്ടാകേണ്ട സാഹചര്യമേ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴൊക്കെ കുടുംബം വൈദ്യസഹായം തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സംശയത്തിന് അവിടെ ഇടമില്ല. ഇനി വിഷം അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തിയതാണോ എന്നതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.